നിന്നിലേക്കുള്ള ദൂരം. രചന നബീല ഫർസാന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. തനിക്ക് മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം മറനീക്കിക്കൊണ്ട് സൂര്യൻ പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുന്നതേയുള്ളൂ. വെളിച്ചത്തെ പാതി ഇരുൾ വിഴിഞ്ഞിരിക്കുക തന്നെയാണ്. രാവിലെ ഓടാൻ പോകാൻ പണ്ടെങ്ങോ സെറ്റ് ചെയ്ത് വെച്ച അലാറം ഒരു പ്രാവശ്യം അടിച്ചു നിന്നു. 5 മിനിറ്റിനുള്ളിൽ വീണ്ടും അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പാതി മുറിഞ്ഞ ഉറക്കത്തെ പൂർണ്ണമായും നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ലാതെവൻ പുതപ്പിനിടയിലൂടെ കൈയെത്തിച്ച് തലക്കരികിൽ വെച്ചിരിക്കുന്ന ഫോൺ ഓഫ് ചെയ്ത് വീണ്ടും കണ്ണടച്ചു. പ്രഭാതത്തിലെ അരിച്ചിറങ്ങുന്ന തണുപ്പിൽ നിന്ന് രക്ഷ നേടാനെന്നോണം പുതപ്പ് ഒന്നുകൂടി മേലേക്ക് എടുത്തിട്ടാണ് അവൻ കിടന്നത്. 2-3 സെക്കൻഡുകൾ മാത്രമേ അവൻ ആ ഉറക്കത്തെ പുൽകാനായുള്ളൂ. അതിനു മുന്നേ കോളിംഗ് ബെല്ലിന്റെ ആർത്തനാദം അവന്റെ ചെവിയിൽ വന്ന് പതിച്ചു. ഈർഷ്യയോടെ വീണ്ടും കണ്ണുകൾ അടക്കുന്നതിന് മുന്നേ കഥകൾ തട്ടുന്ന ശബ്ദം കേട്ടു. ഡാ എന്നൊരു ശബ്ദം പിറകെ. എനിക്ക് ആ തലമില്ലെന്നോർത്ത് ദേഷ്യത്തോടെ തന്നെ കിടക്കയിൽ നിന്നും പൊന്തി. മുഖമൊന്ന് അമർത്തി തുടച്ച് രാത്രി ചുരുട്ടിയറിഞ്ഞ ടീഷർട്ടും തലവഴിയിട്ടുകൊണ്ട് അവൻ വാതിൽ തുറന്നു. പുറത്ത് തനിക്കായി ബെല്ലടിച്ച് കാത്തു നിൽക്കുന്നവനെ പോകും വഴി പ്രാകാനവും മറന്നില്ല. ഏതോ ഒരുത്തൻ വന്ന് നിൽക്കുന്നുണ്ട്, നിനക്ക് എന്തോ കൊറിയർ ഉണ്ടെന്നാ പറഞ്ഞ്. ഇത്രയും രാവിലെ എനിക്കാരാ കൊറിയർ അയക്കാൻ? ഉമ്മ പറഞ്ഞു കേട്ടതും അവന് സംശയിക്കാതിരിക്കാനായില്ല. അമീർ വീണ്ടും മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ അതേന്ന് നെറ്റി വിളിച്ചുകൊണ്ടവൻ തലയനക്കി. തന്റെ മറുപടി കേട്ടതും ആ യുവാവിന്റെ മുഖം ഒന്നുകൂടി വിടരുന്നവൻ ശ്രദ്ധിച്ചു. ഹാപ്പി ബർത്ത്ഡേ അമീർ. അയാളുടെ കൈകളിലുള്ള മനോഹരമായി അലങ്കരിച്ച സമ്മാനം തനിക്ക് നേരെ നീട്ടി പറയുന്ന കേട്ട് അമീർ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. ഇതെങ്ങനെ? താൻ പോലും മറന്നുപോയൊരു സംഭവം. ഇവൻ ആരാണ്? ഒരു 100 സംശയങ്ങൾ അമീറിന് ആ നിമിഷം തലയിലൂടെ കടന്നുപോയി. മുന്നിൽ നിൽക്കുന്നവനോട് അവനത് ചോദിക്കുകയും ചെയ്തു. എനിക്കിത് ഇവിടെ എത്തിക്കാനുള്ള നിർദ്ദേശം മാത്രമേ ഉള്ളൂ. അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ഇറങ്ങുക. കൈകൾ പിടിച്ചെടുത്തുകൊണ്ട് അയാൾ യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും അമീർ സംശയത്തിലായിരുന്നു. അതിനുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ആവേശത്തിൽ അവൻ അകത്തേക്ക് പോയി. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണോ? ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. അതിപ്പോൾ ഞാൻ തന്നെ ഓർത്തില്ല. അപ്പോഴാ ഉറക്കച്ചടവോടെ പരിഭവം പറയുന്ന പെങ്ങള് അവനൊന്ന് പുച്ഛിച്ചു വിട്ടു. അവൻ ആ സമ്മാനപ്പൊതി തുറക്കുന്ന തിരക്കിലായിരുന്നു. ചുവന്ന റോസാപ്പൂകൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ച ആ പെട്ടി അവൻ സൂക്ഷ്മതയോടെ എന്നാൽ വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ തുറന്നു നോക്കി. അതിനുള്ളിൽ വൃത്തിയോടെ അലങ്കരിച്ചു വെച്ചിരുന്ന ഓരോന്നിലും അവന്റെ കണ്ണുകൾ ആർത്തിയോടെ പാഞ്ഞു നടന്നു. ഒരു നിമിഷം അവന്റെ കണ്ണുകൾ വിശ്വസിക്കാനാവാതെ മിഴിഞ്ഞുപോയി. ചലനമില്ലാതെ അതിലേക്ക് തന്നെ കണ്ണിട്ടിരിക്കുന്ന അമീറിനെ കണ്ട് സംശയത്തോടെ ഉമ്മയും അനിയത്തിയും കൂടി അതിനുള്ളിലേക്ക് മിഴികൾ പായിച്ചു. പടച്ചോനെ, ഐപാഡ്, അതും പുതിയ മോഡല്. പിന്നെന്താ ഷർട്ട്, ചോക്ലേറ്റ്, റോസാപ്പൂ, വാച്ച്. ആരാടാ? സത്യം പറഞ്ഞോ, ആരെന്ന് എനിക്ക് തന്ന്? എല്ലാം വിലപിടിപ്പുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ. അനിയത്തി കണ്ണുമിഴിച്ച് എണ്ണിപ്പറക്കി പറയുന്ന കേട്ടിട്ടും അവനൊന്നും പറഞ്ഞില്ല. അവനും ആലോചനയിൽ തന്നെ ആയിരുന്നു. ഇനി അനക്ക് ഞങ്ങളറിയാതെ വല്ല കാമുകിയും? അല്ലേ, പറയാൻ പറ്റൂല. അനക്ക് പോലും ഓർമ്മയില്ലാത്ത ബർത്ത്ഡേ ഓർത്തു വെക്കണമെങ്കിൽ ഇത് കാമുകി തന്നെ. അനിയത്തി ഉറപ്പിച്ച് പറയുന്ന കേട്ടതും അവന്റെ കണ്ണുകൾ നക്ഷത്ര ശോഭയോടെ തിളങ്ങി. അതരം വിരിഞ്ഞു. ഹൃദയത്തിൽ ഒരുവൾ മിഴിവോടെ തെളിഞ്ഞു വന്നു. അവളുടെ പേര് അവന്റെ ഹൃദയത്തിൽ മിടിച്ചു തുടങ്ങി. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അപ്പോൾ തന്നെ ഖബറടക്കി അവൻ ഗൗരവം പൂണ്ടു. സമ്മാനം കൈകളിൽ എടുത്തുകൊണ്ട് ധൃതിയിൽ മുറിയിലേക്ക് കയറിപ്പോയി. കണ്ടില്ലേ ഉമ്മ, ഓന്റെ മുഖം പൂനിലാവ് വെച്ച പോലെ തെളിഞ്ഞത്? അപ്പൊ അത് തന്നെയാ. ഏത് നേരം ഫോണിൽ കുത്തിയിരുന്നപ്പോഴേ ഞാൻ ആലോചിച്ച, ഇനി എന്തൊക്കെ കാണണം റബ്ബേ, നല്ലതായ മതിയായിരുന്നു. എനിക്കതേ ഉള്ളൂ. അപ്പം മമ്മിജി പ്രേമത്തിന് എതിരല്ല അല്ലേ? ഓടിയോടുന്ന് ഉമ്മയും അനിയത്തിയും കൂടി ഓരോന്ന് പറഞ്ഞ് അടികൂടുന്ന കേട്ടുകൊണ്ട് അമീർ വാതിലടച്ചു. ഒളിപ്പിച്ചു വെച്ച പുഞ്ചിരി വീണ്ടും ചുണ്ടുകളിൽ സ്ഥാനം പിടിച്ചു. അലങ്കോലമായി കിടക്കുന്ന പുതപ്പെടുത്തിന് മൂലയിലേക്ക് എറിഞ്ഞു. അവിടെ സമാന സ്ഥാനം പിടിച്ചു. കണ്ടിട്ടും കൊതി തീരാത്ത പോലെ അവൻ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. മെല്ലെ തലോടി. അതൊന്നും എടുത്തു നോക്കാൻ അവൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവ അടുക്കി വെച്ചിരിക്കുന്ന ഭംഗി നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലാത്ത പോലെ അവൻ മടിച്ചിരുന്നു. തനിക്ക് ഏറെ ഇഷ്ടമുള്ള കറുപ്പ് നിറത്തിലുള്ള ഷർട്ട് അതിൽ നിന്നെടുത്ത് അവൻ ദേഹത്തേക്ക് വെച്ച് നോക്കി. തനിക്ക് വേണ്ടി തയ്ച്ചെടുത്ത പോലെ അതിലുള്ളതെല്ലാം സൂക്ഷിച്ച് പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷമാണ് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞൊരു പേപ്പർ തുണ്ട് അവൻ്റെ കണ്ണിൽപ്പെട്ടത്. അവൻ ആർത്തിയോടെ തുറന്നു നോക്കി. അതിൽ വൃത്തിയോടെ എഴുതി ചേർത്തിരിക്കുന്ന അക്ഷരങ്ങൾ കണ്ട് ആദ്യം കണ്ണൊന്ന് മിഴിഞ്ഞു വന്നു. പിന്നീട് ആ മിഴികളൊന്ന് നിറഞ്ഞു. നീ എന്ന സ്നേഹസാഗരത്തെ എനിക്ക് സമ്മാനിച്ച കാലത്തിന് നന്ദി. നീയും ഞാനും മാത്രമായിട്ടുള്ള പ്രണയനാളുകൾക്കായി ഞാൻ കാത്തിരിക്കാം. വായിക്കും തോറും ആ വാക്കുകളുടെ ആഴങ്ങളിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നു. അതെ, അവൾ എന്നെ പ്രണയിക്കുന്നു. ഇന്നോളം ഞാൻ ചോദിച്ചതിനെല്ലാം ഉത്തരം ലഭിച്ചിരിക്കുന്നു. പ്രണയമാണ്. അവൾക്ക് എന്നോട് പ്രണയമാണ്. ഹൃദയം വീണ്ടും ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അമീറിന് അവളോടൊന്ന് സംസാരിക്കാൻ തോന്നി. ആ ശബ്ദമൊന്ന് കേൾക്കാൻ തോന്നി.
ഇതേ വാക്കുകൾ അവളിൽ നിന്ന് കേൾക്കാൻ തോന്നി. ഹൃദയം വല്ലാതെ വാശി പിടിക്കുന്നു. ബെഡിൽ അലസമായിട്ടിരുന്ന ഫോൺ എടുത്തുകൊണ്ട് അവളുടെ നമ്പറിലേക്ക് വിരലമർത്തി ചെവിയോട് ചേർത്ത് വെച്ച്. ഇന്നലെ രാത്രി അവളോട് സംസാരിക്കുമ്പോൾ ഇല്ലാതിരുന്ന എന്തോ ഒന്ന് തന്നെ വന്ന് പൊതിഞ്ഞവൻ തിരിച്ചറിഞ്ഞു. ദേഹം മുഴുവൻ ചൂട് പിടിക്കുന്നു. ഓരോ നിമിഷവും തൻ്റെ പാതിക്കായി ഉച്ചത്തിൽ മിടിക്കുന്ന ഹൃദയത്തെ അടക്കി നിർത്താൻ കഴിയാതെ അവൻ നിസ്സഹായനായി. ഹാപ്പി ബർത്ത്ഡേ അമ്മി. ഫോൺ കണക്റ്റ് ആയതും അപ്പുറത്ത് മുത്തുകൾ പൊഴിയുന്ന ശബ്ദത്തിൽ അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ്റെ ഹൃദയം കുളിരണിഞ്ഞു. അധരം മനോഹരമായി വിരിഞ്ഞു. മിഴികളിൽ പ്രണയം തിളങ്ങി. ഐറ. അവന് പ്രണയത്തെ തടഞ്ഞു വെക്കാനായില്ല. അതിങ്ങനെ തടസ്സമായി ഒഴുകുന്ന അരുവി പോലെ അവളിലേക്ക് ഒഴുക്കിവിടാൻ തോന്നിപ്പോയി. പക്ഷെ അപ്പുറത്ത് അവൾ നിശബ്ദയായത് അവൻ ശ്രദ്ധിച്ചു. ഐറ. വിളിക്കരുത് എന്നെ, അങ്ങനെ വിളിക്കരുത്, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. അവൾ കിതച്ചു പോയി. അവൻ്റെ പ്രണയം തുളുമ്പുന്ന ശബ്ദം പോലും അവളെ തളർത്തി കളഞ്ഞു. നിശ്വാസങ്ങൾ ആ ഫോണിലൂടെ പകർന്നുകൊണ്ടേയിരുന്നു. മൗനം, സുഖകരമായ മൗനം. എന്തിനാണ് ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ? മൗനത്തെ ഭേദിക്കാൻ അവനായിരുന്നു തിടുക്കം. എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരന് അതിനേക്കാൾ മികച്ച നൽകാനാണ് ആഗ്രഹം. അതിലേറെ നൽകാനായില്ലല്ലോ എന്നാണ് എനിക്ക് സങ്കടം. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താണെന്നറിയോ നിനക്ക്? അവൾ ആലോചനയിലാണെന്ന് തോന്നി അവന്. അപ്പുറം മൗനമായി. ഈ കുഞ്ഞു കടലാസ കഷ്ണത്തിൽ എനിക്കായി നീ എഴുതിയ വരികൾ ഒന്ന് പറയുമോ? എനിക്ക് കേൾക്കാൻ, എനിക്ക് മാത്രം കേൾക്കാൻ. എത്രയോ നാളായി ഞാൻ കാത്തിരിക്കുന്നു ഇതൊന്ന് കേൾക്കാൻ. ഒന്ന് പറഞ്ഞു തരുമോ ഐറ? അവൻ അപേക്ഷിക്കുകയാണ് അവളിൽ നിന്ന് തന്നെ തന്നോടുള്ള പ്രണയം പറഞ്ഞ് കേൾക്കാൻ. ഐറ പ്ലീസ്. അവൻ കേണു. പ്രണയമാണ് എനിക്ക് നിന്നോട്. എന്തിനെന്നറിയാതെ, ഒരിക്കലും കാണാതെ, ഒരിക്കലും ഒന്നാവില്ലെന്നറിഞ്ഞ് ഞാൻ നിന്നെ പ്രണയിക്കുന്നു. എൻ്റെ ജീവനേക്കാളേറെ ഈ ഭൂമിയിലെ മറ്റെന്തിനേക്കാളും മിഴിവോടെ നിന്നെ ഞാൻ പ്രണയിക്കുന്നു. അമീറിൻ്റെ ശബ്ദം നേർത്തുപോയി. ശബ്ദമിടറി. കണ്ണുനീരിൽ കുതിർന്നുപോയി ഇരു ഹൃദയങ്ങളും. പരസ്പരം ഒന്നും പറയാനില്ലാത്ത ദീർഘമായ നിമിഷങ്ങൾക്ക് ശേഷം ഫോൺ കട്ട് ചെയ്തു. രണ്ടാൾക്കൊന്നും സംസാരിക്കാനാവുന്നില്ല. കാത്തിരുന്ന നിമിഷം വന്ന് ചേർന്നിരിക്കുന്നു. പക്ഷേ അവിടെ മൗനം കൊണ്ട് തളർന്നു പോകുന്നു. അമീർ ആലോചനയോടെ തൻ്റെ ബെഡിലേക്കിരുന്നു. എന്നായിരുന്നു അവൾ ആദ്യമായി പരിചയപ്പെട്ടത്. ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പിൽ എഴുതി തുടങ്ങിയ സമയം. ഫേസ്ബുക്കിൽ ഞാൻ പ്രണയത്തെക്കുറിച്ച് എഴുതിയ വാചകങ്ങൾ അവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്നൊരു മെസ്സേജ്. അതിൽ പിന്നെ സംസാരിക്കാൻ ഒരു കാരണം പോലെ എഴുത്തുകൾ കൂടി വന്നു. ഞങ്ങൾക്കിടയിലെ വാക്കുകൾക്ക് ക്ഷാമമില്ലായിരുന്നു. മെസ്സേജുകൾ മാറി ഫോൺ കോളിൽ എത്തി നിൽക്കുന്ന കൂട്ട്. ഒരിക്കൽ പോലും കണ്ടില്ല. സംസാരങ്ങളിലൂടെ അടുത്തു. അവളുടെ വാട്സാപ്പ് ഡി പി എടുത്ത് പലതവണ കാണാനൊരു ശ്രമം നടത്തിയിരുന്നെങ്കിലും സാധിച്ചില്ല. ഒരു ചെറിയ പെൺകുട്ടി മനോഹരമായി ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ മാത്രമായിരുന്നു ഡി പി. കാണാൻ ആഗ്രഹമുണ്ടായിട്ടും ചോദിച്ചില്ല. പക്ഷേ എപ്പോഴൊക്കെയോ മനസ്സിൽ പതിഞ്ഞുപോയ ശബ്ദം, മുത്തുകിലുങ്ങുന്ന പോലെയുള്ള ചിരി. പ്രണയം തോന്നിപ്പോയി. ആദ്യമായി അറിഞ്ഞ അനുരാഗം. പിന്നീട് എന്നിൽ നിന്ന് പിറന്നു വീണ വരികളെല്ലാം അവൾക്ക് വേണ്ടിയായിരുന്നു. പറയാതെ പോയ പ്രണയം, തിരിച്ചറിയാത്ത പ്രണയം, ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച പ്രണയം. അങ്ങനെ പ്രണയത്തിൻ്റെ പല പല ഭാവങ്ങൾ എഴുതി തീർത്തു. ഒരു ദിവസം അവൾ തന്നെയാണ് യാതൊരു മുഖവുരയില്ലാതെ ചോദിച്ച്, അമ്മി നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ? അതിൽ അത്ഭുതമൊന്നും തോന്നിയിരുന്നില്ല. അല്ലെങ്കിലും എന്നേക്കാൾ കൃത്യവും വ്യക്തമായി എൻ്റെ എഴുത്തുകളെ വളരെ ആഴത്തിൽ വായിക്കുന്നവളിൽ നിന്ന് എങ്ങനെ മറച്ചു വെക്കാനാണ്? അവൾക്കല്ലാതെ ആർക്കാണ് എന്നെ മനസ്സിലാവുക? ഉത്തരമില്ലാതെ മറിച്ചൊരു ചോദ്യം കൊണ്ട് അവൾ നേരിട്ടു. ഐറയ്ക്ക് എന്നെ ഇഷ്ടമാണോ? ഒരിക്കലല്ല, പലപ്പോഴായി ചോദിച്ചു. പല വിധത്തിൽ ചോദിച്ചു. ഫലമുണ്ടായില്ല. ആ ചോദ്യത്തെ അവൾ വിദഗ്ധമായി നേരിട്ടു. എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനല്ലേ അമ്മി? പ്രിയപ്പെട്ട എഴുത്തുകാരനിൽ അവൾ എന്നെ തളച്ചിട്ടു. പക്ഷേ ഇതാ അവൾ എനിക്ക് മുമ്പിൽ പ്രണയം തുറന്ന് പറഞ്ഞിരിക്കുന്നു. അവളുടെ ഹൃദയം എനിക്ക് മുന്നിൽ വെളിവായിരിക്കുന്നു. ഐറയും അവൻ്റെ ഓർമ്മകളിലായിരുന്നു. അവനേക്കാൾ മുന്നേ പ്രണയം പൂവിട്ടത് എന്നിലായിരുന്നു. പറഞ്ഞില്ല, പറയാനാവില്ലായിരുന്നു. പലവട്ടം ചോദിച്ചു. എൻ്റെ ഹൃദയത്തെ സമർത്ഥമായി ഒളിപ്പിച്ചു വെച്ചു. പക്ഷേ സാധിച്ചില്ല. അവൻ്റെ പ്രണയത്തിന് മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. എവിടേക്കോ ആഗ്രഹിച്ചു പോയി. അവൻ്റെ പ്രണയത്തിൽ അലിഞ്ഞു ചേരാൻ, മുഴുവനായും അവൻ്റെ പ്രണയത്തെ അറിയാൻ. ഇന്നത്തെ ദിവസത്തോളം അതിന് പറ്റിയ സമയമില്ലെന്ന് തോന്നി. ഇപ്പോൾ ഹൃദയം കരയിൽ പിടിച്ചിട്ട മത്സ്യം പോലെയാണ്. അവനു വേണ്ടി പിടഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് അവരുടെ നാളുകളായിരുന്നു. സൗഹൃദം നിറഞ്ഞിരുന്ന അവിടെ പ്രണയത്തിൻ്റെ വിത്തുകൾ മുളച്ച് പൊന്തി പൂമരമായി പെയ്തിറങ്ങി. അവരതിനെ സ്നേഹം നൽകി വളർത്തി വലുതാക്കിക്കൊണ്ടിരുന്നു. ഒരിക്കലും വാടാത്ത, മുരടിക്കാത്ത വടവൃക്ഷമായി അത് വളർന്നു. മനോഹരമായ പൂവുകൾ അതിൽ വീണ്ടും വീണ്ടും മുട്ടിട്ട് വിരിഞ്ഞു. രാവുകൾ പകലുകളാക്കി പ്രണയം പങ്കിട്ടുകൊണ്ടേയിരുന്നു.
പരസ്പരം അവരുടെ നിശ്വാസങ്ങളെ സാക്ഷിയാക്കിയവർ ഉറങ്ങി ഉണർന്നു. ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാനാവാത്ത വിധം അവർ കെട്ടുപിണഞ്ഞു പോയി. ഐറ, എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നുണ്ട്. മതിവരുവോളം നിന്നെ നോക്കിയിരിക്കാൻ മോഹം തോന്നുന്നുണ്ട്. വല്ലാണ്ട് ആഗ്രഹിച്ചു പോകുന്നു. നിനക്കും ആഗ്രഹമില്ലേ എന്നെ ഒന്ന് കാണാൻ? പ്രണയ നിമിഷങ്ങൾക്കിടയിൽ എപ്പോഴാണ് അവൻ അവൻ്റെ ഹൃദയം തുറന്നത്. അത്രയും അടക്കി വെക്കാൻ സാധിക്കില്ലെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ചോദിച്ചു പോയി. ഐറ, അവളിൽ നിന്ന് മറുപടിയൊന്നും കേൾക്കാത്തതുകൊണ്ട് നിരാശനായി അവൻ വിളിച്ചു. എൻ്റെ ഓരോ ഹൃദയമിടിപ്പും കാത്തിരിക്കുന്ന നിന്നെ കാണുന്ന നിമിഷങ്ങൾക്ക് വേണ്ടിയാണ്. ആ മിഴികൾ എന്നെ ഏറെ പ്രണയത്തോടെ നോക്കുന്നത് കാണാൻ, ആ തരങ്ങളിൽ നിന്റെ പേര് പുറത്തേക്ക് ഒഴുകുന്നത് കേൾക്കാൻ, എല്ലാത്തിനും അവസാനം ഞാനും നീയും നമ്മളായി മാറുന്ന നിമിഷത്തിന് വേണ്ടി. എന്തോ അവൻ തന്നെ എഴുതി വെച്ച വരികൾ അവൾ മറുപടി പോലെ പറഞ്ഞതും അവൻ്റെ മിഴികൾ നിറഞ്ഞുപോയി. ആഗ്രഹത്തിൻ്റെ തീവ്രത വർദ്ധിച്ചു. എന്നാണ് ആ നിമിഷം? എൻ്റെ പ്രണയിനി പറഞ്ഞാട്ടെ. അവനിൽ കുസൃതി നിറഞ്ഞു. പൂർണ്ണമായും നീ എൻ്റേതാവുന്ന നിമിഷം, ഇരു ലോകത്തും ഒന്നായി തീരാൻ നമ്മൾ ഒന്നിക്കുന്ന ദിവസം. അപ്പോൾ ഞാൻ കടൽ താണ്ടി അവിടെ വരെ വരേണ്ട പെണ്ണേ. നമുക്ക് നാളെ തന്നെ കല്യാണം കഴിക്കാൻ. എനിക്ക് ഒട്ടും പറ്റുന്നില്ലടി. കൊതി തോന്നുക. എനിക്ക് നിന്റെ മതിവരോളം പുണരണം. ആ കവിളുകളൊന്ന് ചുംബിച്ച് ചുമപ്പിക്കണം. നിന്നിൽ എല്ലായിടത്തും എൻ്റെ പേര് എൻ്റെ അധരങ്ങളാൽ മുദ്ര പതിപ്പിക്കണം. എനിക്ക് വല്ലാതെ കൊതി തോന്നുക. ഒരാൾക്കും വിട്ടുകൊടുക്കാതെ പൂർണ്ണമായും എൻ്റേതാക്കി മാറ്റാൻ. അയ്യേ, വാഷണത്തിനും പറയുന്നോ? അവൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയം നിറച്ച് മിഴികളിലേക്ക് ഒഴുകിയെങ്കിലും അവനിൽ നിന്ന് അത് ഒളിപ്പിക്കാൻ എന്നോട് അവൾ പറഞ്ഞു. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും നിന്റെ ഉപ്പ് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം ഞാനൊരു മുത്തം തരാം. കണ്ണടച്ചു പിടിച്ച എനിക്ക് നിന്നെ കാണാൻ പെണ്ണേ. എനിക്ക് നിന്നെ കാണണമെങ്കിൽ, തൊടണമെങ്കിൽ, അറിയണമെങ്കിൽ നീ എൻ്റെ അരികിൽ വേണമെന്നില്ല. അത്രമേൽ നിന്നെയും പ്രതീക്ഷിച്ച് നിന്റെ രൂപം മനസ്സിൽ ഓർത്തെടുത്ത് നിന്നെ ഒന്ന് ചിന്തിച്ചാൽ പോലും എൻ്റെ രൂപം മുന്നിലെത്തും. കുപ്പിവളകൾ പൊട്ടിച്ചിതറുന്ന പോലെ അവൾ ചിരിക്കുന്നത് അവൻ കേട്ടു. പ്രണയത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവനെ എന്നും തള്ളിവിടുന്ന ശബ്ദം. നിന്റെ മഹറിനിലേക്ക് എത്തുന്ന നിമിഷം മാത്രമേ ഞാൻ നിന്റെ ചുംബനവും സ്വീകരിക്കുകയുള്ളൂ. നിന്റെ ചുംബനത്തിന് വേണ്ടി ദാഹവും പേറിയാണ് ഓരോ നിമിഷവും ഞാൻ കാത്തിരിക്കുന്നത് അമ്മീ. ഒരു ചുംബനത്തിലേക്ക് ഇത്രയും ദൂരം പേറിയേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല പെണ്ണേ. പിന്നീട് അവിടെ നിറഞ്ഞു നിന്നത് അവരുടെ ഇഷ്ടഗാനങ്ങൾ മാത്രമായിരുന്നു. ഓരോ വരികളും അവരുടെ തീവ്രമായ കാത്തിരിപ്പിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. പുലർച്ചെയാന്ന് അവൻ ഉണർന്നത് ഐറയുടെ ശബ്ദം കേൾക്കാതെയാണ്. എപ്പോഴാണ് സംസാരിക്കുന്നതിനിടയിൽ ഉറക്കം പിടിച്ചതെന്ന് അവൻ അറിയില്ല. രാവിലെ വിളിച്ചുണർത്തുന്ന അവളാണ്. ഇന്നിത് എന്തുപറ്റി? സംശയത്തോടെ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ അവൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചു. ബെല്ല് മുഴുവനായി മുഴങ്ങി. ഉത്തരമില്ലാതെ ആ കോൾ അവസാനിച്ചു. വീണ്ടും അവൻ ആ ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. ആദ്യം അവൻ്റെ ചുണ്ടിലുണ്ടായിരുന്ന പുഞ്ചിരി മാഞ്ഞു. സംശയമായി, നിരാശയായി, ദേഷ്യമായി, പിന്നീട് സങ്കടമായി അവൻ്റെ ഭാവങ്ങൾ മാറി മാറി വന്നു. എന്നിട്ടും അവനൊരു പൂർണ്ണമായ ഉത്തരം ലഭിച്ചില്ല. ഒടുവിൽ പൂർണ്ണമായും ആ ശബ്ദം അപ്പുറത്ത് നിലച്ചുപോയി. രാവുകളും പകലുകളും ഐറയുടെ ഓർമ്മകളിൽ അവൻ തള്ളി നീക്കി. ഇടതടവില്ലാതെ അവളുടെ ഫോണിലേക്ക് അവൻ്റെ ഫോൺ കോളുകൾ ചെന്നു. മാറ്റമില്ലാതെ തുടരുന്ന മറുപടികളും. ഒരിക്കൽ പോലും അവനെ മടുപ്പിച്ചില്ല. പ്രതീക്ഷയോടെ അവൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പാതി മുറിഞ്ഞു പോകുന്ന ഉറക്കത്തിനിടയിലും അവനിൽ ഫോണായിരുന്നു. വായിക്കപ്പെടാത്ത മെസ്സേജുകളുടെ കൂട്ടത്തിലേക്ക് വീണ്ടും മെസ്സേജുകൾ ചെന്ന് നിറഞ്ഞു നിന്നു. ഉറക്കമില്ലായ്മയും നിരാശയും അവനെ ക്ഷീണിതനാക്കിയെങ്കിൽ അവൻ തളർന്നില്ല. അത്രത്തോളം അവൻ ഐറയെ ഓരോ ദിവസവും പ്രണയിച്ചുകൊണ്ടേയിരുന്നു. അവളെ ഓർത്തോർത്ത് ഓരോ രാവും പകലും അവൻ തള്ളി നീക്കി. ഒരു നിമിഷം ഭ്രാന്തായി തീരുമോ എന്ന് പോലും അവൻ ഭയപ്പെട്ടു. അത്രയും തീവ്രമായി ഓരോ നിമിഷവും അവനിൽ അവൾ നിറഞ്ഞു നിന്നു. കാത്തിരിപ്പിൻ്റെ 5 പുലരിയ രാവുകളും പിന്നിട്ടൊരു പാതിരാവിൽ ഐറയുടെ ഫോണിന് വീണ്ടും ശ്വാസം വീണു. ഒത്തിരി പരിഭവത്തോടെ, മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പോടെ അവൻ വീണ്ടും ശ്രമം തുടർന്നു. ഐറ! പ്രണയവും പരിഭവവും നിറഞ്ഞ ശബ്ദത്തോടെ അവൻ ആർത്തിയോടെ വിളിച്ച്. അമീറല്ലേ? അവൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റുകൊണ്ട് അപ്പുറത്തും മറ്റൊരു ശബ്ദമാണ് കേട്ടത്. ഐറ എവിടെ? ആകുലതയോടെ അവൻ ചോദിക്കുമ്പോൾ അവൻ്റെ ഹൃദയം ഭയം കൊണ്ട് പൊട്ടിച്ചിതറുമോ എന്ന് പോലും തോന്നിപ്പോയി. ഞാൻ ഐറയുടെ സഹോദരനാണ്. അമീറിനെ കുറിച്ച് അവളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ, ഈ ഹോസ്പിറ്റലിൽ അവൾക്ക് പരിചയമുള്ള ഓരോരുത്തർക്കും അമീറിനെ പരിചയമാണ്. അവളുടെ ഓരോ ശ്വാസത്തിനും പറയാനുണ്ടായിരുന്നത് അമീറിനെ കുറിച്ചാണ്. അവളുടെ ഇഷ്ട എഴുത്തുകാരനെ കുറിച്ചാണ്. ഒടുവിൽ അവളുടെ പ്രണയത്തെക്കുറിച്ചും. അമീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. തോൽപ്പിച്ച് കളഞ്ഞവൾ തന്നെ തോൽപ്പിച്ച് കളഞ്ഞു. പക്ഷേ ഐറയുടെ സഹോദരൻ പറഞ്ഞ ഹോസ്പിറ്റൽ എന്ന വാക്കിൽ അവൻ കുരുങ്ങിക്കിടന്നു. തെള്ളു ഭയത്തോടെ അവൻ ചോദിക്കുകയും ചെയ്തു.
അമീറിനെ കുറിച്ച് അവൾക്ക് എല്ലാം അറിയാം. പക്ഷെ അവളെക്കുറിച്ച് അവൾ മനഃപൂർവ്വം മറച്ചുവെച്ച ചില കാര്യങ്ങളുണ്ട്. പിന്നീട് ഫോണിലൂടെ കേൾക്കുന്ന ഓരോ വാക്കുകളും അമീറിനെ തകർക്കാൻ ഉതകുന്നതായിരുന്നു. അവൻ കേൾക്കാനാവാതെ ചെവി രണ്ടും കൊട്ടിയടക്കപ്പെട്ടു. ഹൃദയം നിലച്ചു പോകുമോ എന്ന് സംശയിച്ച് എത്ര ഉച്ചത്തിൽ കരയാമോ അത്രയും ഉച്ചത്തിൽ അവൻ്റെ ശബ്ദം ആ വീട്ടിൽ അലയടിച്ചു. എന്താടാ, എന്തോറ്റി? കരച്ചിലിനിടയിൽ ഉമ്മയും ഉപ്പയും അനിയത്തിയും വാതിൽ തട്ടി വിളിക്കുന്നു. അവൻ്റെ മറുപടിയൊന്നും കേൾക്കാതെ വന്നു. വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയെന്ന് അവൻ അറിഞ്ഞില്ല. മോനെ. സർവവും നഷ്ടമായവനെ പോലെ കാൽമുട്ടിനടിയിലേക്ക് മുഖം പൊഴുത്തി കരയുന്നവനെ കണ്ട് ആ ഉമ്മ നെഞ്ചു പൊട്ടുന്ന വേദനയോടെ വിളിച്ചു. അവനരികിൽ ഇരുന്നു കൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്ന് കരയുന്ന മകനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ മൂവരും കുഴഞ്ഞു. ആദ്യമായിട്ടാണ് അവനെ ഇങ്ങനെ അവർ കാണുന്ന പോലും. പരസ്പരമൊന്നും മനസ്സിലാവാതെ അവർ മുഖത്തോട് മുഖം നോക്കി. ഉമ്മ, എൻ്റെ ഐറ, എൻ്റെ പെണ്ണ്. കരച്ചിൽ ചീളുകൾക്കിടയിൽ എപ്പോഴോ പുറത്തേക്ക് ചാടിയ ഐറ എന്ന പേരിൽ അവർ കുടുങ്ങിക്കിടന്നു. ഉമ്മയുടെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് തൻ്റെ പ്രണയത്തെക്കുറിച്ച് അവൻ പറഞ്ഞു തീർത്തു. അവളെക്കുറിച്ച് പറയുമ്പോൾ ഇടയ്ക്കവൻ ചിരിച്ചു, ഇടയ്ക്ക് തേങ്ങി, ഇടയ്ക്ക് പ്രണയത്തെ ഒഴുക്കി വിട്ടു. പക്ഷേ അവസാനം ഏറ്റവും ഒടുവിലെത്തിയപ്പോൾ അവൻ്റെ പൊട്ടിക്കരച്ചിൽ വീണ്ടും ഉയർന്നു. ഐറയുടെ സഹോദരൻ പറഞ്ഞ വാക്കുകൾ ഓർത്ത് പറയുമ്പോൾ അവന് പലപ്പോഴും വാക്കുകൾ നഷ്ടപ്പെട്ടു. ശ്വാസം വിങ്ങി. ഐറ, അവളൊരു ക്യാൻസർ രോഗിയാണ്. ദുബായിലെ ഹോസ്പിറ്റലിലെ ക്യാൻസർ വാർഡിൽ സ്ഥിരതാമസം. അവളുടെ വിരസമായ ദിവസങ്ങൾ മനോഹരമാക്കാനാണ് അവൾ വായനയുടെ ലോകത്തേക്ക് കടന്നു വന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ അമീറിലേക്ക് അവളുടെ ലോകം ചുരുങ്ങിപ്പോയത് അവൾ അറിഞ്ഞിട്ടേയില്ല. പ്രണയം തോന്നിയിട്ട് അത് മറച്ചുവെച്ചത് അവളുടെ അസുഖത്തിൻ്റെ കാരണം ഒന്നുകൊണ്ട് മാത്രമാണ്. പക്ഷേ പോകെ പോകെ അവൾക്ക് നിന്നെ കണ്ടില്ലെന്ന് വെക്കാനോ അവളുടെ പ്രണയത്തെ തടഞ്ഞു നിർത്താനോ സാധിച്ചില്ല. പക്ഷേ അവൾ ആ ദിനങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും സാധ്യമില്ലെന്ന് വിശ്വസിച്ചിരുന്ന പ്രണയത്തെ അവൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത്രമേൽ പ്രണയിച്ചു. അവളെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് കണ്ട നാളുകളായിരുന്നു കഴിഞ്ഞു പോയത്. പക്ഷേ ആ സന്തോഷങ്ങൾക്ക് ആയുസ് കുറവായിരുന്നു. ഒരു രാത്രി പെട്ടെന്നുണ്ടായൊരു ശ്വാസതടസ്സം. ജീവിതത്തിനും മരണത്തിനും ഇടയിലാണ് അവളുടെ ഇന്നുകൾ. അമീറിനെ ഒരിക്കലും ഇതൊന്നും അറിയിക്കരുതെന്ന് മാത്രമേ അവൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നിന്നെ ഒന്ന് കാണാൻ അവൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവളെ അറിയുന്ന ഓരോരുത്തർക്കും അറിയാം. ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നു അതിനു വേണ്ടിയാ. അവൾ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് മോഹിച്ചതും കൊതിച്ചതും സ്നേഹിച്ചതും നിന്നെ മാത്രമാണ്. നീ വരണം. എല്ലാം ഓർത്തോർത്ത് പറയുന്ന അമീറിനെ കണ്ട് എല്ലാവർക്കും സങ്കടം തോന്നി. എനിക്ക് പോകണപ്പാ. എനിക്ക് അവളെ കാണണം. അവൾക്ക് കൂട്ടിയിരിക്കണം. എനിക്ക് കാണണം. മറ്റൊന്നിനും വിട്ടുകൊടുക്കാതെ ഈ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കണം. എനിക്ക് പോകണമ്മ. കൊച്ചുകുട്ടികൾ വാശി പിടിക്കുന്ന പോലെ അവൻ കരഞ്ഞുപോയി. അവൻ്റെ ഉള്ളിൽ ആ നിമിഷം ഐറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ മാത്രം. നിങ്ങളുടെ മകൾ ഐറയെ ഞാൻ ഇണയായി തുണയായി സ്വീകരിച്ചിരിക്കുന്നു. ഐറയെ തൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ പലപ്പോഴും കണ്ണുകൾ നിറഞ്ഞ് അവൻ്റെ ശബ്ദമിടറി. പക്ഷേ ഹൃദയത്തിന് ഉറപ്പുണ്ടായിരുന്നു. അവളുടെ അടുത്തേക്ക് താൻ തിടുക്കവും അവൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചു മാത്രമേ അവളെ കാണൂ എന്ന വാശിയും അവൾക്കായി പണിത മഹറും നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടവൻ മിടിക്കുന്ന ഹൃദയത്തോടെ അവൻ്റെ പാതി കിടക്കുന്ന റൂമിലേക്ക് കയറി ചെന്നു. ആ നിമിഷത്തിന് സാക്ഷിയാവാൻ ഐറയുടെ പ്രിയപ്പെട്ടവരെല്ലാം പ്രാർത്ഥനയോടെ ആ വാതിലേക്ക് മിഴികൾ ഉറപ്പിച്ച് നിന്നു. ആശുപത്രി മുറിയിലെ നേരെ ഇരുട്ട് നിറഞ്ഞ വെളിച്ചത്തിലേക്ക് അമീർ കടന്നു ചെല്ലുമ്പോൾ അവൻ്റെ ഹൃദയം അനിയന്ത്രിതമായി മിടിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ ഓരോ മിടിപ്പിലും ഐറ എന്ന പേര് മാത്രം നിറഞ്ഞു നിന്നു. നിക്കാഹിൻ്റെ പോരിശകളില്ലാതെ ചമയങ്ങളില്ലാതെ യന്ത്രങ്ങൾക്ക് നടുവിൽ കിടക്കുന്ന രൂപത്തിലേക്ക് അമീർ ഒന്ന് നോക്കി. എന്നോടേറെ പ്രണയത്തോടെ സംസാരിച്ച, എൻ്റെ അക്ഷരങ്ങളെ പ്രണയിച്ച, മുത്തുപോലെ ചിരിക്കുന്ന എൻ്റെ പെണ്ണ്. അവൻ്റെ ഹൃദയം നൊന്തു. മിഴികളിൽ നീരുറവ പൊടിഞ്ഞു. പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ചുണ്ടിലെടുത്തണിഞ്ഞ പുഞ്ചിരിയോടെ അമീർ അവൾക്കരികിലേക്ക് നടന്നെടുത്തു. തന്നോടുള്ള പ്രണയം വിരിഞ്ഞ മിഴികൾ തുറന്നിട്ടില്ല. തനിക്ക് വേണ്ടി പുഞ്ചിരി വിരിഞ്ഞ അത്തരങ്ങൾ വരണ്ടുണങ്ങിയിരിക്കുന്നു. തൻ്റെ വാക്കുകളേറ്റ് പലപ്പോഴും ചുവന്നു തൊടുത്ത കവിളുകൾ നിർജീവമാണ്. വാടിയ താമരത്തണ്ട് പോലെ കിടക്കുന്ന ഐറയുടെ കൈകളിലേക്ക് അവൻ്റെ കൈകൾ ചേർത്ത് വെച്ച് പാറിപ്പറന്ന് കിടക്കുന്ന മുടിയിഴകളിലൂടെ ഒന്ന് തലോടി. ഐറ, നേരിട്ട് കാണാൻ ഈ കഴുത്തിൽ ഞാൻ മഹർ ചാർത്തനെന്ന് പറഞ്ഞില്ലേ? മഹറുമായിട്ട് വരുമ്പോൾ എനിക്ക് സമ്മാനമായി മുത്തം തരാമെന്ന് പറഞ്ഞില്ലേ? ഞാനിതാ നിനക്കരികിൽ നിനക്ക് ചാർത്താനുള്ള മഹറുമായി വന്നിരിക്കുന്നു. ഞാൻ വാക്ക് വാരിച്ചു. പക്ഷെ നീയോ എന്നെ നോക്കുക പോലും ചെയ്യുന്നില്ലല്ലോ. നിനക്കെന്നെ കാണണ്ടേടി, ആഗ്രഹമല്ലേ? നീ എന്നെ പറ്റിച്ചില്ലേ? എൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിയെങ്കിലും ചെയ്യടി പെണ്ണേ. നിന്നോടുള്ള പ്രണയം നിറഞ്ഞ
എൻ്റെ മിഴികൾ നിനക്ക് കാണണ്ടേ? അവൻ്റെ ശബ്ദമിടറി, ഹൃദയം കനത്തു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ടവൻ കയ്യിൽ കരുതിയിരുന്ന മഹറെടുത്ത് അവളുടെ കഴുത്തിലേക്ക് അണിഞ്ഞു. അവളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചു. അവളുടെ അടുത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് ആ നെറ്റിയിൽ തൻ്റെ അധരം ചേർത്ത് വെച്ചു. ഇത്രയും നാൾ അവന് പകർന്നു കൊടുക്കാൻ ആഗ്രഹിച്ച തൻ്റെ പ്രണയം മുഴുവൻ അവളുടെ നെറ്റിയിലേക്ക് അവൻ ആവാഹിച്ചു. കണ്ണുനീർ നരവുമായി ചുംബനം ഇഴചേർന്ന് അവളുടെ കവിളിലൂടെ ഒഴുകിയിറങ്ങി. നിമിഷങ്ങൾക്ക് ശേഷം അവൻ്റെ കണ്ണുനീരുമായി ലയിച്ചു ചേരാനെന്ന പോലെ അവളുടെ മിഴികളും ചാരിട്ടൊഴുകാൻ തുടങ്ങി. കണ്ണുനീർ കൊണ്ടെങ്കിലും അവനുമായി ഒന്നിക്കണമെന്ന വാശി പോലെ. എന്നെ തോൽപ്പിച്ചു കളഞ്ഞില്ലേ? എനിക്ക് തരാമെന്ന് പറഞ്ഞ് ഏറെ മോഹിപ്പിച്ച ചുംബനം നൽകാതെ നീ പറ്റിച്ചു കളഞ്ഞില്ലേ? സ്വന്തമാക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിച്ചില്ലേ? എന്തിനായിരുന്നു പെണ്ണേ? ഒരു വാക്ക്, ഒരേ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ നിന്നെ ഞാൻ സ്വന്തമാക്കിയേനെ, ഞാൻ ചേർത്ത് പിടിച്ചേനെ. ഒരവസരം നീ എനിക്ക് തന്നു. ഇല്ല, ഈ ഹൃദയത്തിലെ മുഴുവൻ പ്രണയവും ഒരൊറ്റ നിമിഷം കൊണ്ട് എനിക്ക് തന്നു. എന്തിനെന്നെ കൊതിപ്പിച്ചു? എന്തൊരിഷ്ടമാണ് എനിക്ക് നിന്നെ എന്നറിയാമോ പെണ്ണേ? സ്നേഹിച്ചു പോയില്ലേ ഞാൻ? സ്നേഹം കൊണ്ടെന്നെ നീ തോൽപ്പിച്ച് കളഞ്ഞില്ലേ? മുറുക്കി പിടിച്ച ഐറയുടെ കൈകൾക്ക് ബലം നഷ്ടമാവുന്നെന്ന് തോന്നിയതും അമീർ അവന് സാധിക്കുന്ന വിധം അത് മുറുകെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ശക്തിയില്ലാതെ അവളിൽ നിന്ന് ഉയർന്നു വന്ന ശ്വാസത്തോടെ ഐറയുടെ കണ്ണുകൾ അവന് നേർക്ക് തുറന്നു വന്നു. ആ വേദനയ്ക്കിടയിലും അവളുടെ ആ തരങ്ങളിൽ പുഞ്ചിരി വിരിഞ്ഞു. അവന് വേണ്ടി അവസാനം എന്നോണം അവളുടെ മിഴികൾ അമീറിൻ്റെ മുഖം ഹൃദയത്തിൽ ഉറപ്പിച്ചു വെച്ചു. ഒരൊറ്റ നിമിഷം, ഒരേ ഒരു നിമിഷം. പതിയെ അവളുടെ കൈകൾ അവനിൽ നിന്ന് ഊർന്നുപോയി. മിഴിനീർ വറ്റി പുഞ്ചിരി മാഞ്ഞു. അപ്പോഴും അമീർ അവളുടെ നെറ്റിയിൽ നിന്നും തൻ്റെ അധരം വേർപ്പെടുത്തിയില്ല. അമീർ അവൻ്റെ ഓർമ്മകളിലൂടെ സഞ്ചരിച്ചു. വർഷങ്ങളേറെ താണ്ടിയിരിക്കുന്നു. ഇന്നാണ് ആ ദിവസം. തൻ്റെ ഐറയെ ആദ്യമായും അവസാനമായും കണ്ട ദിവസം. നേരത്തെ ശബ്ദത്തിൽ അവിടെ പാട്ട് കേൾക്കാറുണ്ട്. അവൻ്റെ കൈകളിൽ പാതി വായിച്ചു തീർത്ത ഒരു പുസ്തകം കാണാം. അതിൻ്റെ പുറംചട്ടിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നിന്നിലേക്കുള്ള ദൂരം. അതിൽ മുഴുവൻ ഐറയാണ്. അവളുടെ ഓർമ്മകളാണ്, അവരുടെ പ്രണയമാണ്, അവൻ്റെ കാത്തിരിപ്പാണ്. അവസാന പേജിലെ അവസാന വരിയും അവൻ വായിച്ചു തീർത്തു: നീ എന്ന സ്നേഹസാഗരത്തെ എനിക്ക് സമ്മാനിച്ച കാലത്തിന് നന്ദി. നീയും ഞാനും മാത്രമായുള്ള പ്രണയനാളുകൾക്കായി ഇനിയും ഞാൻ കാത്തിരിക്കാം. നിലാവ് പൊഴിയുന്ന ആ രാത്രിയിൽ അവൻ അവൾക്കായി കാത്തിരുന്നു. അപ്പോഴും അവളുടെ ഇഷ്ടഗാനം അവൻ്റെ അധരങ്ങൾ പതിയെ മൂളുന്നുണ്ടായിരുന്നു.